നമസ്കാരം. കണ്ണൂർ എഡിയുമായിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ ഹൈക്കോടതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ട അഭിഭാഷകനെ മാറ്റിയതായി കുടുംബം പറയുമ്പോൾ പുറത്തുവരുന്നത് ചതിയുടെ സൂചനകൾ. CBI അന്വേഷണം എന്ന ആവശ്യം സിംഗിൾ ബെഞ്ച് തള്ളിയതിനെതിരായ അപ്പീലാണ് ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത്. വസ്തുതകൾ ശരിയായി വിശകലനം ചെയ്യാതെയാണ് സിംഗിൾ ബെഞ്ച് ഹർജി തള്ളിയതെന്നാണ് അപ്പീലിലെ വാദം. തുടർന്ന് ജസ്റ്റിസ് PB സുരേഷ് കുമാർ, ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരടങ്ങിയ ബെഞ്ച് അപ്പീൽ ഉത്തരവിനായി മാറ്റി. ഇതിനിടെയാണ് കുടുംബം അഭിഭാഷകനെ മാറ്റിയത്. ഈ സാഹചര്യത്തിൽ കുടുംബത്തിന്റെ അടുത്ത നിയമ നടപടി നീക്കം നിർണായകമാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെടാൻ സീനിയർ അഭിഭാഷകനായ S. ശ്രീകുമാറിനെ ചുമതലപ്പെടുത്തിയിരുന്നില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് വക്കാലത്ത് അവസാനിപ്പിക്കുന്നതായി കുടുംബം വ്യക്തമാക്കിയത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്ന ആവശ്യം കുടുംബത്തിന്റെ താൽപര്യത്തിന് വിരുദ്ധമാണ്. തങ്ങൾ ആവശ്യപ്പെട്ടത് CBI അന്വേഷണം മാത്രമാണെന്നും കുടുംബം അറിയിച്ചു. പ്രത്യേക അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ലെന്നും നിഷ്പക്ഷമായ അന്വേഷണമാണ് ആവശ്യമെന്നും വ്യക്തമാക്കിയാണ് അപ്പീൽ നൽകിയത്. രാഷ്ട്രീയ സ്വാധീനമുള്ള പ്രതിയെ സംരക്ഷിക്കാനാണ് നിലവിലെ അന്വേഷണം നടത്തുന്നതെന്നാണ് നവീന്റെ കുടുംബത്തിന്റെ ആരോപണം. 2024 ഒക്ടോബർ 15-നാണ് നവീൻ ബാബു മരിച്ചത്. CBI അന്വേഷണം അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടത്തിലുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്നായിരുന്നു നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ S. ശ്രീകുമാർ ഡിവിഷൻ ബെഞ്ചിൽ വാദിച്ചത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്ന ആവശ്യത്തെ സർക്കാരും എതിർത്തില്ല. പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും അതിനാൽ CBIയോ അതല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചോ അന്വേഷണം നടത്തണം. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കൈ ബന്ധിച്ചിരിക്കുകയാണെന്നും സീനിയർ അഭിഭാഷകൻ S. ശ്രീകുമാർ വാദിച്ചു. ഇതിന് പിന്നാലെയാണ് മഞ്ജുഷ നിലപാട് വ്യക്തമാക്കിയത്. ഇതോടെ ഹൈക്കോടതിയിലെ വാദമടക്കം ദുരൂഹമായി മാറുകയാണ്. കേസിൽ വാദം പൂർത്തിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള നടപടി നിർണായകമാണ്. നരഹത്യാ സാധ്യത മുൻനിർത്തി പോലീസ് ഫലപ്രദമായ അന്വേഷണം നടത്തുന്നില്ലെന്നും പ്രതി ചേർക്കപ്പെട്ട PP ദിവ്യയ്ക്ക് ഉന്നത സ്വാധീനമുണ്ടെന്നും ചൂണ്ടിക്കാട്ടി CBI അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു ഹർജി. എന്നാൽ അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് പറഞ്ഞ സിംഗിൾ ബെഞ്ച് ആവശ്യം അംഗീകരിച്ചില്ല. തുടർന്നാണ് വസ്തുതകൾ ശരിയായി വിശകലനം ചെയ്യാതെയാണ് സിംഗിൾ ബെഞ്ച് ഹർജി തള്ളിയതെന്ന് ചൂണ്ടിക്കാട്ടി അപ്പീൽ നൽകിയത്. AD നവീൻ ബാബുവിനെ കൊന്നു കെട്ടിത്തൂക്കിയതാകാമെന്ന സംശയമാണ് ഭാര്യ K. മഞ്ജുഷയ്ക്കുള്ളത്. ഒക്ടോബർ 15 രാവിലെ 8-ന് കളക്ടറേറ്റ് ഉദ്യോഗസ്ഥനാണ് നവീൻ ബാബു മരിച്ചതായി അറിയിച്ചത്. എന്നാൽ വീട്ടുകാർ എത്തും മുൻപേ പോലീസ് തിടുക്കപ്പെട്ട് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയത് സംശയകരമാണ്. ഇൻക്വസ്റ്റിന് ഉറ്റ ബന്ധുക്കളുടെ സാന്നിധ്യം ഉറപ്പാക്കണമെന്ന നിയമം ലംഘിക്കപ്പെടുകയാണ് ചെയ്തത്. നവീൻ ബാബുവിനെ കൊന്നു കെട്ടിത്തൂക്കിയതാകാമെന്ന സംശയം ബലപ്പെടുത്തുന്നതാണ് ഈ സംഭവങ്ങൾ. കൂടാതെ യാത്രയപ്പ് യോഗത്തിന് ശേഷം നവീൻ ബാബുവിനെ ആരെല്ലാം സന്ദർശിച്ചു എന്നത് കണ്ടെത്തേണ്ടതും അനിവാര്യമാണ്. നവീൻ ബാബു ഉണ്ടായിരുന്ന കളക്ടറേറ്റ് പരിസരത്തെയും സ്റ്റാഫ് ക്വാർട്ടേഴ്സിലെയും റെയിൽവേ സ്റ്റേഷനിലെയും CCTV ദൃശ്യങ്ങളിലൂടെ ഇക്കാര്യങ്ങൾ വ്യക്തമാകും. എന്നാൽ കേസ് അന്വേഷിച്ച പ്രത്യേക അന്വേഷണ സംഘം ഈ CCTV ദൃശ്യങ്ങളൊന്നും പിടിച്ചെടുത്തിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നവീൻ കോഴ വാങ്ങിയെന്ന് ആരോപിച്ച പെട്രോൾ പമ്പ് അപേക്ഷകൻ മുഖ്യമന്ത്രിക്ക് അയച്ചതായി പറയുന്ന കത്ത് കെട്ടിച്ചമച്ചതാണെന്ന് കുടുംബം ആരോപിക്കുന്നു. PP ദിവ്യയുടെ പങ്കിനെക്കുറിച്ച് പ്രത്യേക അന്വേഷണ സംഘം സമഗ്രമായ അന്വേഷണം നടത്തിയില്ലെന്നും പരാതിയിലുണ്ട്. വകുപ്പുതല നടപടി മാത്രമായിരുന്നു നടന്നത്. നവീൻ ബാബുവിന്റെ യാത്രയപ്പിൽ യോഗം തുടങ്ങിയ ശേഷം ജില്ലാ പ്രസിഡന്റ് PP ദിവ്യ അതിക്രമിച്ചു കയറുകയായിരുന്നു. യോഗത്തിൽ അവർ നവീൻ ബാബു അഴിമതിക്കാരനാണെന്നും പതിവായി കോഴ വാങ്ങുന്നയാളാണെന്നുമുള്ള വ്യാജ ആരോപണം ഉന്നയിച്ചു. ഇത് റെക്കോർഡ് ചെയ്യാൻ ക്യാമറമാനെ കൊണ്ടുവരികയും ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. പത്തനംതിട്ട ജില്ലയിലെ ജീവനക്കാർക്കടക്കം ഈ ദൃശ്യങ്ങൾ അയച്ചു കൊടുത്തു. എന്നാൽ അന്വേഷണ സംഘം അന്വേഷണം നടത്തിയില്ല. കേസിലെ ഏക പ്രതിയായ ദിവ്യയെ തെളിവ് കെട്ടിച്ചമയ്ക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതായി സംശയിക്കണമെന്നും CPM നേതാവ് പ്രതിയായ കേസിൽ കൃത്യമായ അന്വേഷണം നടക്കുമെന്ന് പ്രതീക്ഷയില്ലെന്നും അതിനാൽ CBI അന്വേഷണം വേണമെന്നുമാണ് ആവശ്യം.